ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് 3 മണിയാകുമ്പോഴേക്കും എല്ലാവരും റെഡി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. വേറെ അങ്ങോട്ടല്ല, നമ്മളിന്നൊരു സ്കൂൾ ഷോപ്പിങ്ങിന് പോവാണ് ഗൈസ്. അപ്പോൾ എല്ലാവരുടെയും വെക്കേഷനൊക്കെ തീരാറായി. അപ്പോൾ നമ്മൾ സ്കൂൾ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പോവാണ്. ബാഗും കൊടയും ബുക്കും പേനയും പെൻസിലെല്ലാം വാങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മൾ പോകുന്നത് കല്യാൺ ഹൈപ്പർ മാർക്കറ്റിലാണ്. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടാവും, ബാഗും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും. അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മൾ അവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും പോയ സ്ഥിതിക്ക് നമ്മൾ കുറച്ച് പലഹാര ഐറ്റംസും കുറച്ച് പലചരക്കൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അപ്പോൾ നമ്മളതൊക്കെ വാങ്ങി നമ്മളത് പെട്ടിയിലാക്കി ഒരു സ്ഥലത്ത് വെക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും വാങ്ങിയിട്ട് അത് എല്ലാം വാങ്ങി നമ്മളൊരു സെറ്റാക്കിയിട്ട് അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ പോകുന്നത് എൻ്റെ ബാഗും മെയിൻ സാധനങ്ങൾ നമ്മൾ വാങ്ങാൻ എന്തെങ്കിലും പോകണ്ടേ ഗൈസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അവിടെ ചെന്നപ്പോൾ ഞാൻ ബുക്സും പെൻസിലും കളർ പെൻസിലൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഞാൻ നിരത്തി വെച്ചേക്കായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം നോക്കിയപ്പോൾ ബാഗൊന്നും കാണില്ല. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് പോയപ്പോഴാണ് ഗൈസ് ബാഗൊക്കെ കണ്ടത്. ഗൈസ് നമ്മൾ ഇത്തവണ ബ്ലാക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു ബാഗ്. അപ്പോൾ നമ്മൾ അത് ഈ ബാഗ് എടുത്ത് നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും. പക്ഷേ ഗൈസ് വൈറ്റ് ഉള്ളതുകൊണ്ട് അടുത്ത കൊല്ലം നമ്മൾ ഉപയോഗിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ വൈറ്റ് ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് ഒഴിവാക്കി. എൻ്റെ കയ്യിൽ ഇരിക്കണമെന്ന് എന്തായാലും ചെലവുകൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഫുൾ ബ്ലാക്ക് കളറിൽ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഈ ബാഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം ബ്ലാക്ക് ഒരു ഗ്രേ കോമ്പിനേഷനാണ്. അപ്പോൾ അതൊരു നല്ല കോമ്പിനേഷൻ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കളികളുണ്ട്. അപ്പോൾ അച്ഛനും ഇഷ്ടപ്പെട്ടു, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ ബാഗ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല കട്ടിയൊന്നുമില്ല, നല്ല സ്മൂത്ത് ബാഗാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ സ്കൂളിൽ കൊണ്ടുപോയി നമ്മൾ കുട വാങ്ങി, ബുക്ക് വാങ്ങി, ഫൈൽസ് വാങ്ങി ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ ബുക്ക് പുതിയ സാധനം വാങ്ങി, കുട എന്തായാലും വേണം ഗൈസ്, എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. അപ്പോൾ നമ്മളിതെല്ലാം വാങ്ങി സെറ്റാക്കി. ഇതെല്ലാം എൻ്റെ ബാഗിലാണ് ഗൈസ് കൊത്തി കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചാണ് ഞാനിങ്ങനെ തൂക്കി കിടക്കാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ജോമെട്രിക് ബോക്സ് എല്ലാം വാങ്ങി. അപ്പോൾ ഇതെന്നെ നമ്മൾ കയറ്റി വെച്ചാൽ നല്ല പറയുന്നത് ഗൈസ്. അപ്പോൾ ഇനി ബുക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അവസ്ഥ എങ്ങനെയാണോ അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വാങ്ങി സെറ്റായി ഇറങ്ങിയപ്പോഴാണ് ഗൈസ് നമ്മളൊരു കാര്യം മാറുന്നത്. വേറൊന്നുമല്ല, നമ്മൾ മോപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലേക്ക് നമ്മൾ തുറക്കാനായിട്ട് ഒരു മോപ്പ് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഒരു മോപ്പ് സെറ്റായി ഗൈസ്. അപ്പോൾ നല്ല കളറായിരുന്നു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി മോപ്പ് വാങ്ങി, എല്ലാം വാങ്ങി ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി ഉന്തിത്തള്ളിക്കൊണ്ട് വന്നേക്കാണ് ഗൈസ്. അപ്പോൾ വേറെ നല്ല നമ്മൾ ക്യാഷ് കൗണ്ടറിലെത്തി നമ്മൾ പൈസ കൊടുക്കണ്ടേ ഗൈസ്. അപ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും കവറിലാക്കി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് വണ്ടി കയറ്റിയാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ അതിനിടയ്ക്ക് കണ്ടില്ലേ ഗൈസ്, ഇങ്ങനെ ലൈറ്റൊക്കെ വെച്ച് അവിടെ പുസ്തകവും പിന്നെ കുപ്പി ഇതൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചാൽ നമ്മളവിടെ പോയില്ല, കാണിച്ചു എന്ന് മാത്രമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഗൈസ്. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, എൻ്റെ അമ്മ എൻ്റെ ബാഗാണ് ഇട്ടുകൊണ്ട് പോയിക്കുന്നത്. അപ്പോൾ നല്ല പേരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷത്തോടെ ഈ വണ്ടി കയറി ഗൈസ്. കണ്ടില്ലേ, വണ്ടിയുടെ മുക്കാൽ ഭാഗവും സാധനങ്ങളാണ് ഗൈസ്. ഞാൻ മാത്രം ഒരു മൂലക്കിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാം വാങ്ങി നേരെ വേറെ അങ്ങോട്ടല്ലേ പോകണം ഗൈസ്. നമ്മളെല്ലാം വാങ്ങി വന്നപ്പോൾ അതിനെ നമുക്ക് വിശന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ലൈറ്റായിട്ട് കഴിക്കണമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ നമ്മൾ വേറെ അങ്ങോട്ടല്ല കെയർ ബാക്കേഴ്സിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ കൈയൊക്കെ കഴുകി നമ്മൾ ടേബിളിൽ വന്നിരുന്നു. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു. നമുക്കത് എടുക്കാൻ പറ്റില്ല, എല്ലാവരും കുറഞ്ഞപ്പോൾ ഞാൻ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ ലൈറ്റായി കഴിക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ വയറൊക്കെ നിറഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ തിരിച്ച് നമ്മൾ വീട്ടിലെത്തി ഗൈസ്. അപ്പോൾ എല്ലാവരും ഫ്രഷായി. നമ്മൾ അപ്പോൾ ബുക്കൊക്കെ പുസ്തകങ്ങളൊക്കെ എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ഫയൽസ് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കണ്ടില്ലേ, ഫയൽസ് ഉണ്ട്. പുറമെയാണ് ഞാൻ എടുക്കണുള്ളൂ. പിന്നെ നമ്മൾ 2 പാക്കറ്റ് നെയിം സ്റ്റിക്കേഴ്സാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ 6 ബുക്ക് നമ്മൾ വരിയിട്ടതും വരിയിടാത്തതും വാങ്ങിയിട്ടുണ്ട്, 6 വീതം. അപ്പോൾ എത്ര വേണമെന്ന് അറിയില്ലല്ലോ. പിന്നെ ഒരു ജോമെട്രി ബോക്സ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങി ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ 2 കുട വാങ്ങി. പിന്നെ നമ്മൾ പുസ്തകം പോകാനായിട്ട് 2 വാങ്ങി ഗൈസ്. ഒന്ന് ടെക്സ്റ്റ് ബുക്കിനും നോട്ട് ബുക്കിനായിട്ട്. പിന്നെ ഒരു പേന സെറ്റും ക്യൂട്ടസ് ഗൈസ്. നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനല്ല, നമ്മൾ അതിൻ്റെ പകല് എങ്കിലും നമ്മൾ ഇടാനായിട്ട് കണ്ടപ്പോൾ ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ വാങ്ങി ഗൈസ്. അങ്ങനെ നമ്മളെല്ലാം സെറ്റായി പുറത്ത് വെച്ച്. പിന്നെ നമ്മുടെ ബാഗാണ് ഗൈസ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ബാഗിൻ്റെ അടിയിൽ ഒരു സീക്രട്ട് കളിയുണ്ട് ഗൈസ്. വേറെ ഒന്നുമില്ല, നമ്മൾ മഴയൊക്കെ പെയ്യുമ്പോൾ ബാഗ് തന്നെ ഇടിക്കാനുള്ള സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ സന്തോഷമായി ഗൈസ്. അപ്പോൾ അതാകുമ്പോൾ കുറച്ചുകൂടി ഗുണമായിരിക്കും ഗൈസ്. അപ്പോൾ ഇനി വെള്ളം നിറഞ്ഞ് ബാഗ് നഷ്ടമില്ലല്ലോ. അങ്ങനെ നമ്മളതൊക്കെ മടക്കി വെച്ച് എങ്ങനെയൊക്കെ കുത്തി കയറ്റിയിട്ടുണ്ട് ബാഗിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ച്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് നമ്മളെല്ലാം കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മഞ്ഞാണ് കൊണ്ടുവന്നത് ഗൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സ്മൈലി ഫയല് നമ്മളിതാണ് എടുക്കുന്നത്. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ സ്കൂൾ ഐറ്റംസ് ഞാൻ കൊണ്ടുപോകാൻ പോകുന്നത് ഗൈസ്. കണ്ടില്ലേ, 3 ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളൂ. ഇതൊക്കെ മതി, ധാരാളം. അങ്ങനെ നമ്മൾ ബുക്കൊക്കെ സെറ്റാക്കി ഒതുക്കി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ചിക്കൻ മഞ്ചൂരിയൻ ഫ്രൈ വാങ്ങിയിട്ടുണ്ടായിരുന്നു വരണ നേരത്ത്. അത് പിന്നെ നമ്മൾ ചോറും കൂട്ടി കഴിക്കാൻ ചോദിച്ചു. കറിയൊന്നും വേണ്ട, ഇതും ചോറും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ചിക്കൻ നമ്മൾ എടുത്ത് നമ്മൾ ചോറിലിങ്ങനെ ആക്കി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ, ബൈ.